ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പച്ചപ്പും ഹരിതാപത്തെ കുറിച്ചാണ്. അതായത് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച്. അവര് മുൻപ് ICARന്റെ മാത്രമായിട്ട് അഗ്രികൾച്ചർ തുടങ്ങി 11ഓളം കോഴ്സുകൾ അവര് എക്സാം നടത്തിയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം ഒരു മാറ്റം വരാണ്. ഇത് CUET അഥവാ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ മെർജ് ആവാം. എങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന അഗ്രികൾച്ചറിന്റെ എൻട്രൻസ് എക്സാം എന്ന് തന്നെയാണ് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി. ആ ഒരു ICAR എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം, ഇവിടെ നമ്മൾ പടങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ബി അല്ലേ, അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലാന്റേഷൻ, പിന്നെ ഇവിടെ ഒരു ടിഷ്യൂ കൾച്ചർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു DNA അറിയും. ഇതെല്ലാം തന്നെ ഈ പറയുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട 11ഓളം കോഴ്സുകളുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വരാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഹൗ ടു പ്രിപ്പയർ ഫോർ എൻ ഐക്കർ എക്സാമിനേഷൻ, അതിന്റെ ടിപ്സും ട്രിക്സുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിനാരിയോ. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിനാരിയോ നോക്കുകയാണെങ്കിൽ ആർട്സ് പഠിക്കുന്ന 37% മക്കളുണ്ട്. അതുപോലെ തന്നെ 19% സയൻസ്, 18% കൊമേഴ്സ്, 16% എഞ്ചിനീയറിംഗ്. അങ്ങനെ നമ്മുടെ 20 ബില്യൺ സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് ഓപ്റ്റ് ചെയ്യുന്നതിൽ 86% ഗ്രാജുവേഷൻ, 12% PG പോസ്റ്റ് ഗ്രാജുവേഷൻ, 1% റിസർച്ചിലേക്കായിട്ട് കടക്കുന്ന കുട്ടികൾ ഇന്ന് നിലവിലുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ പറയുന്ന ആ ഒരു ശതമാനം കുട്ടികൾ പഠിച്ചിട്ട് 20 മില്യൺ കുട്ടികളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുട്ടികളെ മുന്നോട്ട് വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളും ആലോചിക്കാം അല്ലെ. നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നമ്മളുടെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഒരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം, അതുപോലെ എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിനെ കുറിച്ചും, അതുപോലെ ഒരു ഗോൾ സെറ്റിംഗ് ആണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, അപ്പൊ ആദ്യത്തെ ഭാഗമാണ് ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യാൻ. എങ്ങനെയാണ് ഹൗ ടു ചൂസ് എ കരിയർ, എപ്പോഴും ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ പലതരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള ജോലികൾ, പലതരത്തിലുള്ള വരുമാന സ്രോതസ്, ഇതെല്ലാം കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴാണ് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാവുക. ഏതിലേക്കാണ് ഞാൻ കടക്കേണ്ടത്? നിങ്ങളുടെ അഭിരുചി എന്താണ് എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ട് തിരിച്ചറിയേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പല ഫോർമുലാസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് അഥവാ അഭിരുചി പരീക്ഷ. അപ്പൊ ഈ അഭിരുചി പരീക്ഷയിലൂടെ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള അറിവ് അഥവാ ധാരണ ലഭ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മനോഹാരിത എന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രൊഫഷണലുകളാകാൻ ആഗ്രഹിക്കുന്നുവോ അഥവാ നോൺ പ്രൊഫഷണൽ ആകുവാൻ ആഗ്രഹിക്കുന്നു? പ്രൊഫഷണൽ ആവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാം. ഓ, ഇത്രയധികം ആൾക്കാരുണ്ടല്ലേ. അതുപോലെ നോൺ പ്രൊഫഷണൽസ് ആണ് എനിക്കാവാൻ ആഗ്രഹം എന്നാൽ കൈപൊക്കാം. കുറെ ആൾക്കാർ കൈപൊക്കാതിരിക്കുന്നുണ്ട്. അവർക്ക് പ്രൊഫഷണലിസം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല.
അപ്പൊ ആദ്യം തന്നെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിക്കുക, 4 കൊല്ലത്തെ കോഴ്സ്, അതിനെ 6 മാസമായിട്ട് 8 സെമസ്റ്റർ ഉണ്ട്. ഓരോ സെമസ്റ്ററിലും നമുക്ക് 8 പേപ്പറുകളുണ്ട്. അങ്ങനെ 64 പരീക്ഷകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓരോ സെമസ്റ്ററിലും നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ 4ാം കൊല്ലമാകുമ്പോൾ നമുക്കൊരു ഡിഗ്രി കിട്ടും. തീർച്ചയായിട്ടും ആ ഒരു മെത്തഡോളജി അല്ലേ, അവിടെ നമുക്ക് ഒരു എഞ്ചിനീയർ പുതിയതായിട്ട് ജനിക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ ആ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി നമ്മൾ കൊണ്ടുവരിക എന്നുള്ള ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ എങ്ങനെയാണ് നെക്സ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ആ 11 കോഴ്സുകളെ കുറിച്ച് ആദ്യം തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഒന്നാമത്തെ കോഴ്സാണ് BSc Honours Program in Agriculture. ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് അലോട്ട്മെന്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത് BSc Honours in Forestry എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. നമുക്കറിയാം റേഞ്ചർ തൊട്ട് വളരെ നല്ല ഒരു ഗവൺമെന്റ് പേ പാക്കേജ് കിട്ടുന്ന ഒരു കോഴ്സാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. എഗ്രികൾച്ചറിന് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സാണ് BSc Horticulture. അതായത് കൃഷി ഓഫീസർ ആവണമെങ്കിൽ BSc Agriculture അല്ലെങ്കിൽ BSc Horticulture പഠിച്ചാൽ മതി. അടുത്തൊരു കോഴ്സാണ് BSc FS ഫിഷറീസ് ആണ്. അപ്പൊ നമുക്ക് കേരളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കുഫോസ് എന്നാണ് നമ്മൾ പറയുക, കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അപ്പൊ ഓഷ്യനോഗ്രഫി വരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അതേപോലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് BSc സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? പട്ടുനൂൽ പുഴുക്കളിനെ കുറിച്ചിട്ടുള്ള അവരുടെ ആ പട്ടിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, മനോഹരമായിട്ടുള്ള കോഴ്സാണ് BSc സെറികൾച്ചർ. അടുത്ത കോഴ്സാണ് BSc ഇൻ കമ്മ്യൂണിറ്റി സയൻസ്. കമ്മ്യൂണിറ്റി സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ആ കമ്മ്യൂണിറ്റി, എനിക്കറിയാം, എനിക്ക് 3 മക്കളുണ്ട്, അവർക്കൊക്കെ ഓരോ ഏജ് ഗ്രൂപ്പിലും അവർക്ക് ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ട് ഇല്ലേ, പലതരത്തിലുള്ള രോഗാണുക്കളുടെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി. പൾസ്, പോളിയോ തൊട്ടുള്ള പലതരത്തിലുള്ള ഡിഫ്തീരിയ, അങ്ങനെയുള്ള പല അസുഖങ്ങളിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തരത്തിലുള്ള പല ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സയൻസുമായി ബന്ധപ്പെട്ട മേഖലയാണ്. അടുത്തതാണ് അഗ്രികൾച്ചറിന്റെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ്. ഇത് ബിടെക് കോഴ്സാണ്. വേറെ ഒരു കോഴ്സാണ് ബിടെക് ഇൻ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നതും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അടുത്തതായിട്ട് ബിടെക് ഇൻ ഡയറി ടെക്നോളജി. നമുക്കറിയാം മിൽമ പോലെയുള്ള വൻകിട സ്ഥാപനങ്ങളുണ്ട്, അതെല്ലാം ഈ ഒരു ഡയറി ടെക്നോളജി എന്ന് പറയുന്നതിലെ മനോഹരമായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളാണ്. നമ്മൾ ഗുജറാത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുര്യൻ സാർ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ അല്ലെ. അതുപോലെ തന്നെ അടുത്തൊരു കോഴ്സാണ് എന്ത്, ബിടെക്കിന്റെ ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. തരത്തില് നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ചിന്റെ കീഴിലുള്ള നിരവധി കോഴ്സുകളാണ് ഇവിടെ നമ്മൾ ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികളിനെയും പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്നാമതാണ് റാങ്കിങ്ങില് നമ്പർ 1 ആണ് IARI. ന്യൂഡൽഹിയിലാണ് ആ യൂണിവേഴ്സിറ്റി ഉള്ളത്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ ധോണിയുടെ സ്ഥലം എന്നാണ് ആ അവസാനമായിട്ട് വന്നിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്നായിട്ടുള്ള ജാർഖണ്ഡിനെ കുറിച്ച് പറയാനുള്ളത്. അവിടെയാണ് IARI എന്ന് പറയുന്ന സ്ഥാപനം ഉള്ളത്. തേർഡ് IARI ആസാമാണ്. ഗുവാഹട്ടി പോലെ ഏറ്റവും നല്ല ഒരു ലൊക്കേഷൻ, ബ്രഹ്മപുത്ര റിവർ എന്ന് പറയുന്നത് ഒഴുകുന്ന സ്ഥലമാണ്
നല്ല ക്വാളിറ്റി ഉള്ള ചായല, അതൊക്കെയാണ് IARI എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നാലാമത്തെയാണ് DUIVRI എന്ന് പറയുന്ന സ്ഥാപനം. നെക്സ്റ്റ് വൺ അഞ്ചാമത്തെ CIFE മുംബൈ ആണ്. ആറാമത്തെ DUNDRI കർണാൽ എന്ന് പറയുന്ന സ്ഥലം. ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഇത് ദേവൻ യൂണിവേഴ്സിറ്റി ആണ്. ഏറ്റവും ആദ്യം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല റാങ്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടങ്ങളിലാണ് അവര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. നെക്സ്റ്റ്, അപ്പൊ നമ്മള് ഇതിന്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് കടക്കാൻ പോവാണ്. ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗീവ് യുവർ സെൽഫ് ഇനഫ് ടൈം ടു സ്റ്റഡി. ഈ എക്സാമുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും വാരിക്കോരി പഠിക്കുക എന്ന് പറയുന്ന ടെക്നിക്കെല്ലാം പഴഞ്ചൻ ടെക്നിക്കാണ്. 50% മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഈ യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് കിട്ടും. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, എലോബറേറ്റ് ആയിട്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ആ പഠിക്കുന്ന ഭാഗത്തിലെ ഡെപ്ത് വളരെ കൂട്ടി ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ പെരിഫറൽ ലെവലിലുള്ള ഒരു പഠനം എൻട്രൻസിനെ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെന്റ്, സമയം വളരെയധികം മെനക്കെട്ട് നല്ല ഒരു റീഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള MCQ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതെല്ലാം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ വശം. ഗിവ് ഇനഫ് ടൈം ടു സ്റ്റഡി, അല്ലെ? ഗിവ് പ്ലെന്റി ഓഫ് ടൈം ടു സ്റ്റഡി. നെക്സ്റ്റ്, അടുത്തതായിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റഡി സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലം എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന്റെ പഠനം വളരെ മോശമായിട്ടുള്ള നിലവാരത്തിലേക്ക് പോവാണ്. അപ്പോൾ അവരുടെ പാരൻസ് ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി, സാറേ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ ആള് വലുതായി വന്നു കഴിഞ്ഞപ്പോ ആൾക്ക് പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ പോകുന്ന പോലെ തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ മകന്റെ റൂം എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ആള് പഠനം, വിശ്രമം എല്ലാം തന്നെ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ മുകളിലുണ്ട്, അവനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ ജനലേന്റെ അരികത്ത് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനിത് വാച്ച് ചെയ്തു. ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലേന്റെ അരികത്ത് ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം തന്നെ മനോഹരമായിട്ട് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ജനലേന്റെ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോ അവന് കാറ്റ് കൊണ്ട് നിൽക്കുക, അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പാട്ടൊക്കെ പാടുന്ന ആൾക്കാരെ പോലെ കാവ്യാത്മകമായി ദൂരെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട്. മോനെ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ വെള്ളം എടുക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോ ഞാൻ ഇവൻ നോക്കുന്ന പോലെ തന്നെ അതേ ആംഗിളില് ജനലെ കൂടെ നോക്കി കഴിഞ്ഞപ്പോ അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചി അടക്കാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രാക്ഷൻ എലമെന്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇതൊക്കെയും ശ്രദ്ധിച്ചു. ചെറിയ പയ്യനാണ് അല്ലെ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ അവന്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു, സാറേ നമുക്ക് കാര്യം ചെയ്യാം, അവിടെ ആ ഒരു കുട്ടിയുടെ റൂം ഒന്ന് നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ പാരന്റ് പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പമില്ലല്ലോ സാറ്, സാറ് പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം, ആദ്യം തന്നെ ആളിനെ നമുക്ക് വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും വേറെ റിലേറ്റീവ് വീട്ടിലേക്കും കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ ഒരു അറേഞ്ച്മെന്റ് പറഞ്ഞു. ഏതോ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനർ പോലെ ഉള്ള രീതിയിലാണ് അതുണ്ടായത്. അപ്പൊ വേറെ അതുപോലെ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ ആളുടെ അമ്മ വീട്ടിലേക്ക് വിട്ടിട്ട് എന്നെ വിളിച്ചു. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനല എന്ന് പറയുന്നത് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ
നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് കഴിഞ്ഞാൽ അത് അടച്ചോന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞല്ല ഒരു വായു സഞ്ചാരമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വഴിയിലോട്ടുള്ള വായു സഞ്ചാരം അത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ജനൽ നമ്മൾ അവിടെ അടയ്ക്കാം. അതിന് അതുപോലെ തന്നെ ആളുടെ റൂമൊക്കെ ഭംഗിയാക്കി അറേഞ്ച് ചെയ്തു. മീൻസ് വലിച്ചു വാരിയിട്ടതൊക്കെ മാറ്റി വളരെ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഷെൽഫ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെയിന്റിന്റെ മണക്കും പോകാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് ആള് വന്നത്. ആള് വന്നു, ഞാൻ പറഞ്ഞു പിന്നെ അവരെന്നെ വിളിച്ചാലും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഒരാള് മിടുക്കനായിരിക്കും എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ മനോഹരമായിട്ട് പിന്നീട് ആൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു എന്ന് പാരന്റ്സ്